ആരംഭിക്കുകയാണ്. ഇലാ ഹദറത്തു നബിയൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين آمين. الحمد لله الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه يكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم اوصل مثل سماء ما قرأناه. هذه هدية واصلة ورحمة نازلة وبركة شاملة. إنا إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم ثم إلى حضرة أرواح البدريين والأخديين والحنطقيين والهنينيين والتبوكين وبسائر الصحابة والقرابة كلهم أجمعين. ثم إلى حضرة سائر العلماء والشهداء والصديقين والصالحين. ثم إلى حضرة من ماتوا منا. اللهم اجعل قبورنا قبورهم روضة من رياض الجنة. اللهم بارك لنا في جميع أمورنا خصوصا في هذا اجتماعنا يا رب العالمين. اللهم باعد بيننا وبين خطايانا كما بعدت بين المشرق والمغرب يا رب العالمين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولقبائلنا ولجيراننا ولمن له حق علينا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളായ നൂറെ ഹബീബെ മജ്ലിസിലെ സമൂഹ വിവാഹം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അഡ്മിന്മാരെയും അതുപോലെ തന്നെ അതിന് വിവാഹത്തിന് പേര് രജിസ്റ്റർ ചെയ്ത അവരുടെ വധുവന്മാരെയും അവരുടെ കുടുംബത്തെയും അതുപോലെ നമ്മുടെ നൂറെ ഹബീബ് കുടുംബത്തിലെ എല്ലാ മുത്തുമണികളെയുമാണ് നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ ഏകദേശം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഈ നവംബർ മാസം 30-ാം തീയതി നടക്കുന്ന കല്യാണത്തിന് വേണ്ടി നമ്മൾ ധാരാളം ആളുകൾ ഇൻഷാ അല്ലാഹ് സംഭാവനകളും അതുപോലെ സ്വർണങ്ങളായിട്ടൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ കാരണം നമ്മളെ 10,000 കണക്കിന് ആളുകൾ ചിലപ്പോൾ ലക്ഷം വരെ എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ
വലിയ ഒരു സദസ്സാണ് ഈ 30-ാം തീയതി നമ്മൾ നടക്കാൻ പോകുന്നത്. അതിലേക്ക് അത് നമ്മൾ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ആലോചിക്കാൻ വേണ്ടി നമ്മുടെ ഈ നൂറ ഹബീബ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അഡ്മിന്മാർ. ബഹുമാനപ്പെട്ട സയ്യിദ് എപ്പോഴും പറയും, നമ്മുടെ എന്ത് കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിലും അത് അഡ്മിന്മാർ മുഖാന്തരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് നടത്താൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട സയ്യിദ് ഉപദേശിക്കുന്നു. കാരണം ഈ നമ്മുടെ ഈ മജ്‌ലിസിനെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഉയർത്താനൊക്കെ കാരണം ഈ മുമ്പിലുള്ള അഡ്മിന്മാരാണ്. പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, അവരൊക്കെ ധാരാളം ആളുകൾക്ക് സലാത്ത് ചൊല്ലുന്ന ഈ ഗ്രൂപ്പ് അവർക്ക് അയച്ചു കൊടുത്തും ആളുകളെ ചേർത്തുകൊണ്ടൊക്കെ ധാരാളം ആളുകളെ ഈ സലാത്തുൽ ഫാത്തിഹ എന്ന ആ അത്ഭുത സലാത്ത് ചൊല്ലിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ രാവും പകലും വ്യത്യാസമില്ലാതെ അധ്വാനിച്ചുകൊണ്ടാണ് ഈ മജ്‌ലിസ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അതൊരിക്കലും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ഒരിക്കലും അത് മറക്കില്ല. ഏതു സമയത്തും എവിടെ പോവുകയാവട്ടെ, എൻ്റെ അഡ്മിന്മാർക്ക് വേണ്ടി നിങ്ങൾ ഏത് ദുആ എടുത്തു നോക്കിയാലും ഇതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. അള്ളാഹു അത് കബൂലാക്കട്ടെ. ബഹുമാനികളെ, നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-15 ഒരു മാസം മുമ്പ് നമ്മളിവിടെ ഒരുമിച്ച് കൂടി അവർക്ക് ഈ പുതുവണ്ണൂർ പാർട്ടിക്കൊക്കെ അവർക്ക് നമ്മുടെ ഒരു ഫോം വിതരണം ചെയ്തിരുന്നു. അതിൽ നിന്ന് എല്ലാവരും തിരിച്ചു തരേണ്ടതാണ്. അത് തന്നതിലുള്ള കണക്ക് പ്രകാരം ഇൻഷാ അല്ലാഹ് 30-ാം തീയതി ഇവിടെ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേരണം. എല്ലാവരും എത്തിയിട്ടുണ്ടോ അവര്? അപ്പൊ ഇതാണ് അവസ്ഥ. കല്യാണത്തിന്റെ അന്നും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിങ്ങളെ പേര് വിളിക്കുന്ന സമയത്ത് പുതിയപ്പിളില്ലെങ്കിൽ വളരെ പ്രയാസം. അതുകൊണ്ട് സമയനിഷ്ഠ കൃത്യമായി കൊണ്ട് തന്നെ നിങ്ങൾ പാലിക്കണമെന്ന് ആമുഖമായി നിങ്ങളോട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അതിലേക്ക് വേണ്ട, അന്ന് നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിലേക്ക് വേണ്ട ആളുകൾ പുതിയവണ്ണ സ്വീകരണങ്ങള്, അതുപോലെ തന്നെ പുതിയപ്പിള്ള സ്വീകരണങ്ങള്, ഭക്ഷണം കൊടുക്കല്, അതുപോലെ നമുക്ക് വേണ്ട ആ മജ്‌ലിസിലേക്ക് വേണ്ട പിരിവുകളെടുക്കല് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഉണർത്തും. അപ്പൊ അതിലേക്കൊക്കെ ഇതൊരു ഉത്സാഹത്തോടു കൂടി നിങ്ങളൊക്കെ പേരുകൾ കൊടുത്ത് അതിനൊക്കെ നമ്മളെ, കാരണം നമുക്ക് മറ്റൊരാളെ സഹായിച്ചാൽ, ഈ പാവപ്പെട്ട ആ വിവാഹം ചെയ്യാൻ വേണ്ടി വരുന്ന അവരുടെയൊക്കെ നമ്മൾ സഹായിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആ മജ്‌ലിസ് ഭംഗിയാക്കൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഇതിനൊക്കെ പേരെഴുതിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി നിങ്ങൾ മാറി നിൽക്കാതെ എല്ലാവരും പേരെഴുതി ആ കല്യാണത്തിന് എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നവരുടെ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.